ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ സലോമി പതിവില്ലാതെ ലൂക്കായുടെ ഉപദ്രവം പിന്നെയും? ഇല്ല അച്ഛൻ, അങ്ങേരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. സ്വന്തം തടവറയുണ്ടാക്കി അതിനകത്ത് കഴിയുന്ന പാവങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയ കഷ്ട. ഒരു തള്ളയുടെ ശ്രദ്ധ വേണ്ട പ്രായമായി വരികയാ ആ പെൺകുട്ടിക്ക്. പലപ്പോഴും ഞാൻ അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ പെറ്റമ്മയായി ഞാൻ മാറിപ്പോകുന്നു. നീ സ്വന്തം കാലിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നു, അന്യരെ പറ്റി മനുഷ്യത്വപരമായി ചിന്തിക്കുന്നു. ഇത് രണ്ടും ഇന്നത്തെ സമൂഹത്തിൽ വലിയ തെറ്റുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയായ നീ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനാവില്ല. അത് സ്വാഭാവികം. നേരത്തും കാലത്തും എനിക്കുണ്ടാവുമായിരുന്നെങ്കിൽ എനിക്കും ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കരുതെന്ന് ഉപദേശിക്കാൻ എനിക്കാവില്ല. പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ പരിശ്രമിക്കും. പക്ഷേ ഇനിയും ലൂക്കാച്ചൻ പ്രതികരിച്ചാൽ? നീ വിചാരിക്കുന്നത് പോലെയല്ല. ഒരുപക്ഷെ ഒരു കുഞ്ഞുണ്ടാകാത്തതിലുള്ള നിരാശയായിരിക്കാം അവൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിന് കാരണം. ഒരുതരം ആത്മപീഡനം. എൻ്റെ തോന്നൽ ഇനി അവൻ നിന്നെ ഒരു മാലാഖയെപ്പോലും നോക്കും. ധൈര്യമായിരിക്കും. ഏറെ കാത്തിരുന്നാണെങ്കിലും നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ദൈവം നിന്റെ കൂടെ തന്നെയാണെന്ന്. അതിനാലാണല്ലോ ഇപ്പോഴെങ്കിലും നിന്റെ മോഹങ്ങൾ സഫലമാകുന്നത്. ഇതേ പെട്ടെന്ന് ലൂക്കായെ വിവരം അറിയിക്കും. ലൂക്ക, എടാ ലൂക്ക, നേരെ നിൽക്കാൻ പോലും വയ്യെന്നായി. എന്തൊരവസ്ഥയാ എൻ്റെ ലൂക്ക. മഹാഭാഗ്യമായി കർത്താവ് നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോൾ അത് കേൾക്കാൻ കഴിയാതെ മദ്യലഹരിയിൽ ആണ്ട് കിടക്കുകയാണല്ലേ. എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ സലോമി ഗർഭിണിയാണ്.
അവൾക്കെന്നും വേദനകൾ നൽകിയ മഹാപാപിയാണ് ഞാൻ. വിഷമിക്കേണ്ട. പശ്ചാത്തപിക്കുന്നവരോട് എപ്പോഴും ക്ഷമിക്കുന്നവനാണ് ദൈവം. അവിടുന്ന് നിനക്ക് നൽകിയ മാലാഖയാണ് സലോമി. അതറിയുന്നവനാകണം നീ. എനിക്ക് അവളെ കാണാൻ തിടുക്കം വായിച്ചു. ചെല്ല്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തന്നെ പോവാം. എന്റെ സലോമി ശരി. നിക്ക്. എവിടേക്കാ ഇത്ര സന്തോഷത്തില്? ഇതിനു മുന്നേ നിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ട്, നീ മാറ്. ഞാനും കൂടി അറിയട്ടടാ. എന്റെ സലോമി ഗർഭിണിയാടാ. അത്രേ ഉള്ളൂ? അതെന്താ ഇത്ര നിസ്സാര? സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതേ ഈ ലോകത്ത് ആദ്യമൊന്നുമില്ലല്ലോ. തന്നെയുമല്ല, സലോമി ഗർഭം ധരിച്ചു എന്ന് അറിയാത്തവർ ഈ ലോകത്ത് നീയല്ലാതെ മറ്റാരുമില്ല. അതെയോ? പാവം, എന്നോട് പറയാൻ പേടിച്ചിട്ടാ. തീർച്ചയായും നീ വാ, നമുക്ക് ഈ സന്തോഷമൊന്ന് ആഘോഷിക്കാം. വേണ്ട, ഞാൻ ഇനി കുടിക്കില്ല, നിർത്തി. സാരല്ല, ഇന്ന് മാത്രം. കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ വാ. സലോമിനെ പത്രോസിന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നിനക്കറിയില്ല, ഞാൻ പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ അവൾ അവിടെ എങ്ങനെ ശൃംഗരിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നീ കണ്ടോ? പിന്നെ ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടത്. അടിക്കുക അടിച്ചോളൂ.